ജീവിയുടെ വിജ്ഞാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രങ്കാണ് നായ്ക്കിരണം എന്ന് പറയും. അതിന് നമ്മൾ സംസ്കൃതത്തിൽ എന്താ പറയുന്നത്, കവികച്ചു എന്ന് പറയും. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ കൗ ഹേജ് എന്നും, പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് അതിന് വെൽവെറ്റ് ബീച്ച് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഡയറക്റ്റ് ഈ കവികച്ചുവിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ട് ഫണ്ണി ആയിട്ടൊക്കെ തുടങ്ങാം. എന്ന് വെച്ചാൽ ഇത് കവികച്ചു അല്ല കേട്ടോ, ചിലന്തിപ്പച്ച എന്ന് പറയുന്ന സാധനമാണ്. ഞാനത് നോക്കി അതിനെ ഇവിടെ കാണാനില്ല. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാലരമ്യം ബാലഭൂമിയൊക്കെ വായിക്കാറില്ലേ? ഇല്ലേ? അപ്പം ബാലഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? അറിയില്ല. അപ്പം പറയാം. ബാലഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളെന്ന് പറയുന്നത് മാജിക് മാലും കബീഷുമാണ്. കബീഷ് എന്ന് വെച്ചാൽ ആരാന്നറിയാവോ? കുരങ്ങൻ. കുരങ്ങൻ. അപ്പം നിങ്ങൾ രാമായണം കേട്ടിട്ടുണ്ടോ? രാമായണത്തിൽ രാമൻ്റെ ദാസനാരായിരുന്നു? ഹനുമാൻ. അപ്പം ഹനുമാൻ ലങ്കയിലേക്ക് ചെന്നിട്ട് എന്താ ചെയ്തേ? ലങ്ക ചുട്ടരിക്കല്ലേ ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് വലിയ വാലുണ്ടായിരുന്നു. മനുഷ്യൻ പരിണാമം ചെയ്തു വന്നത് കുരങ്ങനിൽ നിന്നാണ് എന്ന് പറയാറുണ്ടല്ലോ. അതിൽ തന്നെ ചില കോൺട്രവേഴ്സീസ് ഉണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് കുരങ്ങിൽ നിന്ന് തുടങ്ങാം. ഈ കുരങ്ങന്മാർ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അള്ളിപ്പറിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ നായ്ക്കുരുങ്ങ എന്ന് പറയുന്നത്. കബീനാം കച്ചു ഹേതുത്വ. കാരണം ഇതിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് തിക്ക് ഹെയർസും ഉണ്ട്. ഇത് ഇച്ചിങ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഈ കുരങ്ങന്മാർക്ക് വല്ലാത്ത രീതിയിലുള്ള ചൊറിച്ചിൽ. അതിപ്പോൾ നമ്മളാണ് എടുത്താലും നമുക്കും ഉണ്ടാകും. അപ്പം ഇതിന് കുരങ്ങന്മാർക്ക് ഈ സാധനം കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇതൊന്നും അറിയാത്ത നമ്മുടെ ബക്കെന്ന് ഷോർട്ടായിട്ട് പറയാം. അയാൾ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അയാൾ ഇതിനെ ICBN ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചറിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അയാളുടെ പേരാണ് ക്യൂനാക്രൂനിയൻസ് ബക്ക്. ഇതെന്ന് പറയുന്നത് പാപ്പിലോണേസിയ ഫാമിലിയാണ്. പക്ഷെ ആയുർവേദം അനുസരിച്ച് ഇത് അപരാജിത കുലത്തിലാണ് വരുന്നത്. കാരണം അപരാജിത എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശംഖുപുഷ്പി വർഗ്ഗമാണ്. അവിടെ ഒരു ശംഖുപുഷ്പി ഉണ്ട്. ഫോക്കസ് നോക്കൂ. ഇതാണ് ശംഖുപുഷ്പി. അതിൻ്റെ ഫാമിലി നോക്കൂ, ഫാബേസിയേ. നോക്കൂ, ശംഖുപുഷ്പി. ഇതാണ് അപരാജിത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പെടുന്നതാണ് നായ്ക്കുരുങ്ങ. ഓക്കെ, നമ്മുടെ ആചാര്യ ഇതിനെ ബല്യം എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അപ്പോൾ സുശ്രുതൻ വന്നിട്ട് ഇതിനെ വികാരിഗന്ധത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പറ്റത്തില്ല. ഭാവപ്രകാശ നിഘണ്ടുകാരനായ ഭാവമിശ്ര ഇതിനെ കൊണ്ടുപോയി മുടിച്ചി ആദിവർഗമെന്നും പറഞ്ഞു. മുടിച്ചി എന്തുവാ? അമൃതല്ലേ? ഇതെവിടെയോ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് നോക്കിയാൽ കാണത്തില്ല. ഓക്കെ, അപ്പം ഇതിന് കുറച്ച് പല പല പേരുകളിലാണല്ലോ അറിയപ്പെടുന്നത്. അങ്ങനെ ഈ സംഭവത്തിന് പിന്നെ അറിയപ്പെട്ട ഒരു പേരാണ് വനശുക. ഇതൊരു ക്രീപ്പറാണ്. കാട്ടിലാണ് ഏറ്റവും കൂടുതൽ